നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുകയാണ്. ഇന്ന് ഞാനൊരു ജസ്റ്റ് ഒരു എക്സ്ട്രാ എഡീഷൻ ആഡ് ചെയ്താണ്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൂടി. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ പെൻഡുലം വെച്ചിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തോളൂ. ഓക്കെ, കാരണം ഞാനിപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പൈൽ വെക്കുന്നില്ല, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. സോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള യെസ് ഓർ നോ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾ എന്തോ ആവാം ക്വസ്റ്റ്യൻ, ലൈക്ക് ആൻഡ് യെസ് ഓർ നോ വരാൻ പോലെ ചോദിക്കണേ. ഓക്കെ, യെസ് നോ മേ ബി അങ്ങനെ മാത്രം. ഓക്കെ, അതായത് പേഴ്സണിന് നിങ്ങളോട് ഇഷ്ടമുണ്ടോ, സത്യമാണോ, അവരിപ്പോൾ എന്താ പറയുക, കമ്മിറ്റ്മെൻറ്റ് തരുമോ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് യൂണിയൻ ഉണ്ടാവോ, എന്തൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, യെസ് നോ കിട്ടാൻ പോലെ മാത്രം. സമയമെടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, പോസ് ചെയ്തോളൂ വേണമെങ്കിൽ. ഓക്കെ, പോസ് ചെയ്ത് നിങ്ങൾക്ക് ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകും. ഞാൻ ടാരോ കാർഡ്സ് എടുക്കും. നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ വന്നത്? ആക്ച്വലി നമ്മൾ ടാരോന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഓക്കെ, അവർക്ക് നിങ്ങളെ വാല്യൂ ഉണ്ടോ, നിങ്ങളെ ഒരു വിലയുണ്ടോ, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് ഒരു വാല്യൂ ഉണ്ടോ അവരുടെ മനസ്സിൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അവർക്ക് നിങ്ങളെ വില മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പക്ഷെ നിങ്ങൾ എടുത്തോളൂ. നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു യെസ് ഓണോ ഞാൻ എടുത്തുതരാം. അത് കഴിഞ്ഞ് നമുക്ക് റീഡിങ്. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ പേഴ്സൻ്റെ പിക്ചർ കൊണ്ടുവരിക. കുറേ തവണ 2-3 തവണ അവരുടെ പേര് റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സ് വ്യൂവേഴ്സിന് അവരുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ നല്ലൊരു അവരുടെ എനർജി പിക്ക് ചെയ്ത് യെസ് ഓർ നോ ഒരു ആൻസർ കൊടുക്കുക. അവരുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വരുന്നത്, എന്ത് ചോദിച്ചാലും അവർക്ക് അതിനൊരു ആൻസർ, നല്ല ക്ലിയർ ആൻസർ, യെസ് ഓർ നോ. ലേശം സൈഡ് വൈസ് ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. യെസ്സിൻ്റെ ആണ് ആക്ച്വലി. യെസ് ആൻഡ് പോസിബിളി യെസ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് യെസ് തന്നെയാണ്. ഇതെപ്പോഴും യെസ് ഒന്നല്ല വരാറ് കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. വേറെ റീഡിങ്സ് നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കാണാം പഴയ വീഡിയോസ്. യെസ്, ഇത് പോസിബിളി കുറച്ച് സൈഡ് വേസ് ആണ്. സോ പോസിബിളി യെസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അതായത് ഈ ഭാഗത്താണ് മേ ബി യെസ്, പോസിബിളി യെസ്. അതായത് ഇപ്പോൾ നിങ്ങൾ യൂണിയൻ നടക്കുന്ന കാര്യമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോസിബിൾ ഒരു ചെറിയ സ്ലൈറ്റ് ചാൻസ് ഉണ്ട് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കാം. ഓക്കെ, സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും. ചിലവർക്ക് സാധിക്കും, ചിലവർക്ക് സാധിക്കില്ല എന്നായിരിക്കാം. ഒരു യെസ് ഉണ്ട്, ബട്ട് മേ ബിയും വന്നിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് ടാരോ ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആൻഡ് അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ എന്താവുന്ന ഒരു പിടി കിട്ടുമല്ലോ നമുക്ക്. സോറി, ഓക്കെ, ആ പേഴ്സണിന് നിങ്ങളെ ഒരു വാല്യൂ, നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ ഉണ്ടോ അവർക്കും നിങ്ങളോട്? അപ്പോൾ അതിൻ്റെ അർത്ഥം തിരിച്ച് സ്നേഹമുണ്ട് എന്നാണല്ലോ അല്ലേ. വാല്യൂ ഉണ്ടോ എന്ന രീതിക്ക് എത്രത്തോളം നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദിക്കും. അവരെത്രത്തോളം നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ എൻ്റെ മൈൻഡിൽ ഇനി റീഡിങ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ എന്താ ഇടാമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അവരുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഈ റീഡിങ് കാണുന്ന പേഴ്സൺസിൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തിയുടെ മനസ്സിൽ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ്, അവർ എന്ത് വാല്യൂ ആണുള്ളത്, എത്രത്തോളം അവർ വാല്യൂ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. മേ ബി ഇമോഷണൽ ആയിരിക്കാം പേഴ്സൺ. ഓക്കെ, ചാരിയറ്റ് ആണ്, വെരി ഗുഡ്. എംപറർ, എംപ്രസ്, ഓ ഓക്കെ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, വാവ്. കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് നിങ്ങളെക്കുറിച്ച് അവരുടെ ഫീലിങ്സ് എന്ന് തന്നെയാണ്, ബട്ട് അവർ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സ്, 10 ഓഫ് പെൻറ്റിക്കിൾസ്, സോറി,
9 of Pentacles, 9 of Cups. Very nice. And 9 of Wands. Oh, 999 വന്നിട്ട് ഇവിടെ 5 of Wands, 4 of Cups. Okay. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, കാരണം ഓൾറെഡി എംപ്രസ് എംപറർ വന്നു, പിന്നെ ഈ 2-3 ലൈക്ക് ഒരു വ്യക്തിയുടെ എനർജി, കിങ് ഓഫ് വാൻസ്, കിങ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് സോൾസ്, 3 എണ്ണമാണ് വന്നത്. സോ ഇവിടെ മാരേജ് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്തോ ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനെ 2-3 മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട് ഇവിടെ ഈ സിനാരിയോയിൽ. ഓക്കെ, സോ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാവാം, അവരുടെ ഭാഗത്തും ഉണ്ടാവാം. തേർഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, അവർ മാരീഡ് ആണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, അല്ലെങ്കിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ്, അങ്ങനെ ആ രീതിക്ക്. ഓക്കെ, സോ ലെറ്റ്സ് സി. ഇവിടെ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ചാരിറ്റ് ആണ്. ചാരിറ്റ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ആണ്. ഓക്കെ, ഒരു യാത്ര എന്ന രീതിക്ക് പറയാം, മൂവിങ് എന്ന് പറയാം. ആൻഡ് ഇവിടെ പ്രോഗ്രസ് എന്ന രീതിക്ക് നമുക്ക് പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രോഗ്രസ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. മീറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ കാണാനുള്ള പ്ലാൻസ് വല്ലതും നടക്കുന്നുണ്ടാവാം, ഐ മീൻ ആലോചിച്ചിട്ടുണ്ടാവാം. ഓക്കെ, നടന്നോന്നറിയില്ല. ചിലവർക്ക് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടാവും, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാം അടുത്ത് തന്നെ. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, അഗെയിൻ മാരേജ് സിറ്റുവേഷൻ ഞാൻ പറയേണ്ട കാര്യമില്ല. എംപറർ എംപ്രസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ മാരീഡ്, അവർ മാരീഡ്, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഈഗോന്റെ കാര്യം കൂടി നമുക്ക് പറയാം. ഓക്കെ, ഈഗോ ഉള്ള വ്യക്തി എന്ന് പറയാം. വളരെ ചിലപ്പോൾ ചിലവരിവിടെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. ഓക്കെ, സൊസൈറ്റിയിൽ മാനിക്കപ്പെടുന്ന ഒരു ജോലി ചെയ്യുന്ന വ്യക്തികൾ, നല്ല നല്ല ഓഫീസിൽ അങ്ങനത്തെ കരിയറുള്ള ആൾക്കാർ. ചിലവർക്ക് അതങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ റോള് അവർ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാം. മറ്റുള്ളവർ അവരെ മാനിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർ അങ്ങനെയാണ്, അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് പറയാം. ഓക്കെ, പേഴ്സൺ നല്ല ജോലി ആവണമെന്നൊന്നുമില്ല, അല്ലെങ്കിലും അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. എല്ലാവരും അവരെ വളരെ അവരങ്ങനെയാണ് അവർ എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്യുക. ഓക്കെ, വളരെ ഒരു മാന്യതയായിട്ടൊക്കെ കാണിക്കും ആ രീതിക്ക്. സോ അവരെല്ലാവരും ഒരു റെസ്പെക്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. എംപ്രസ് എന്ന് പറയുമ്പോഴും നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ എന്നെടുക്കാം, അവർ നല്ല അഗെയിൻ ഹൈ പൊസിഷൻ ആയിരിക്കാം, ജോലിയിൽ വല്ല ഇതൊക്കെ ഉണ്ടാവാം, നല്ലോണം വീട്ടിൽ നല്ല ഫാമിലിയെ നല്ലോണം നോക്കുന്ന ഒരു വ്യക്തി ആയാലും മതി, അങ്ങനെയും പറയാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ ഫാമിലി കൊണ്ടുപോകുന്ന ഒരു വ്യക്തി, അങ്ങനെയും പറയാം. മാരീഡ് സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ. ഓക്കെ, വിടവർ. അപ്പോൾ ഇവിടെ എംപറർ എംപ്രസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. നിങ്ങൾ നോക്കുന്ന റീഡിങ് നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ കുറിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്. ഓക്കെ, കുറേ തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓക്കെ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ അഗെയിൻ കിങ് ഓഫ് പെന്റിക്കിൾസ്, സെയിം കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് ആണ്. ഓക്കെ, ഒരു കമ്മിറ്റഡ് ഇൻ അനദർ പ്ലേസ് അങ്ങനെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ ആലോചിക്കുന്നു എന്നും പറയാം, രണ്ടും പറയാം. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവർ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് അവർക്കൊരു പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വളരെയധികം കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരം വളരെ നല്ല സമയങ്ങളുണ്ടാവും. ദറ്റ് നിങ്ങൾ പരസ്പരം വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ തമ്മിൽ എല്ലാം പറയും, ഷെയർ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ പേഴ്സൺ നിങ്ങളോട് ലൈക്ക് കമ്മിറ്റ്മെന്റ് എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് കമ്മിറ്റ്മെന്റ് വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റഡ് ആണ് നിങ്ങളോട് എന്നും പറയാം. ഓക്കെ, അവർ വേറെ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളോട് കമ്മിറ്റഡ് ആണ് എന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ് അവർ പറയുമ്പോൾ നമ്മൾ പറയില്ലേ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ആ രീതിക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അവർ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ശരിക്കും സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നത്. ഇത് നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോഴും അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ മാത്രമല്ല റെസ്പെക്റ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ജോലിയിലൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നാം. നിങ്ങൾ ഉള്ളിൽ ഇമോഷണൽ ആയിരിക്കും. ഞാൻ അത് പറയാം. നിങ്ങൾക്കൊക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ ഇങ്ങനെ എൻ്റെ ആകെ കരഞ്ഞു ഒഴിഞ്ഞ് ഇവിടെ ഇരിക്കല്ലേ എന്ന് പറയും. ബട്ട് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയുന്നില്ല നിങ്ങളുടെ സ്ട്രെങ്ത്. ഓക്കെ, പക്ഷെ കാണുന്നവർക്ക് അറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കരഞ്ഞു പിഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന മൊമെന്റ്സിലായിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സണിനോട് പറയുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ ഇമോഷണലായി പോകുന്നത്. ബാക്കി സമയങ്ങളൊന്നും നിങ്ങളത് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്ട് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുണ്ട് എന്നാണ്. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ഇവിടെ നിങ്ങൾ കാണാൻ വളരെ അവർക്ക് ഇഷ്ടമാണ് നിങ്ങളെന്ന് പറയാം. സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരുന്നാലും കണ്ടു കഴിഞ്ഞാൽ ഭംഗി തോന്നുമല്ലേ. സോ ആ രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ വേറെ രീതിയിലൊന്നും നിങ്ങൾ ചിന്ത പോകരുത് ഞാൻ പറയുന്നത്. ഓക്കെ, സോ അവർക്ക് പക്ഷെ നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് അവനവനെ കുറിച്ച് മതിപ്പുണ്ടാവില്ല, പക്ഷെ അവർക്കുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, ആക്ച്വലി ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളെ അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് എപ്പോഴാണ് തോന്നുക? ഒരു വ്യക്തിക്ക് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് തോന്നണമെങ്കിൽ നിങ്ങളെ അത്രയും അവർ വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലേ? എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്, കെയറിന്, നിങ്ങൾ എംപ്രസ്, ഓക്കെ, എംപ്രസ് എംപ്രർ രണ്ടും എടുക്കാം. എംപ്രസ് ആയാലും എംപ്രർ ആയാലും നിങ്ങളൊരു വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തി, മറ്റുള്ളവരെ ഈ പേഴ്സണേയും ചെയ്യുന്നുണ്ടാവും, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെയും നിങ്ങൾ കെയർ ചെയ്യും. എല്ലാവർക്കും നിങ്ങളെ വളരെ റെസ്പെക്റ്റും നിങ്ങളോട് സ്നേഹവും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതവർ കാണുമ്പോൾ അവർക്കും തോന്നും എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് വരുമ്പോൾ ഞാനൊരു നല്ലൊരു വ്യക്തിയായിട്ട് നിൽക്കണം എന്ന് അവർക്കും തോന്നും, അല്ലേ? കമ്മിറ്റഡ് ആയിട്ട് ഞാൻ നിൽക്കണം എന്ന് അവർക്കും തോന്നും. അത് നല്ല കാര്യം, വളരെ നല്ല കാര്യം. ആൻഡ് ഇവിടെ ഓക്കെ, ഇടയിൽ നമ്മുടെ പ്രശ്നം വരുന്നത് തേർഡ് പാർട്ടി കാർഡ് കിങ് ഓഫ് സോർട്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് ക്വീൻ ഓഫ് സോർട്സ് വരെ, എന്നെന്താണോ കിങ് വന്ന് ദൈവത്തിനറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം ഒന്നുമില്ലെങ്കിൽ ലൈക്ക് ഹസ്ബൻഡ് വൈഫ് എന്ന രീതിയിൽ പറയുമ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ കിങ് വന്നതുകൊണ്ട് ഇന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയണം. സാധാരണ ഞാൻ അങ്ങനെ സ്പെസിഫിക് പറയാറില്ല, ബട്ട് മേ ബി ആരുടെയെങ്കിലുമൊക്കെ ഹസ്ബൻഡ്സ് ആയിരിക്കാം പ്രശ്നം. ഓക്കെ, സോറി. എനിവേ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടും ആവാം. ഓക്കെ, അവിടെ കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. ചിലവർക്ക് പാരൻസ് ആയിരിക്കാം. ഓക്കെ, പാരൻസ് എന്ന രീതിയിലും പറയാം. ഒരു പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ മാരീഡ്, നിങ്ങളുടെ പാർട്ട്ണർ എന്ന രീതിക്ക് എടുത്തോളൂ. നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പാർട്ട്ണർ എന്നെടുത്തോളൂ. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി ഇവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ബട്ട് ഐ തിങ്ക് ഇവിടെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് യെസ് ഫാമിലി എന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ പാരൻസ് ആവാം, അല്ലെങ്കിൽ ഈ മാരീഡ് സിറ്റുവേഷൻ ഇത്രയും വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതവിടെ പാർട്ട്ണർ എന്ന രീതിക്കുള്ള ഒരു തടസ്സം തന്നെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇനി അവർക്ക് വാല്യൂ ഉണ്ടോ എന്ന് ചോദിക്കുക വേണ്ട. അവർക്ക് അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് നിങ്ങൾ. ഓക്കെ, അവരൊരു ആഗ്രഹം സാഫല്യം എന്നൊക്കെ പറഞ്ഞ പോലെ വിഷാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇത് വിഷിംഗ് വെല്ലിൽ നമ്മൾ കോയിൻ ഇടുന്ന കാര്യമാണ്. ബട്ട് അത് മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ മനസ്സിലൊരു ആഗ്രഹം വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയാം. ഓക്കെ, ആ പ്രാർത്ഥനയുണ്ട് അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളത്. അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ 9 ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻസിന്റെ കാര്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അവർ ആലോചിക്കുന്നുണ്ട് ദാറ്റ് നിങ്ങളുമായിട്ട് ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് കാര്യമാണ്. 9 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ദാറ്റ് നമ്മുടെ ഫൈനാൻസസ് നമ്മൾ ഒന്നിച്ചാക്കിയിട്ട് നമ്മൾ ഒന്നിച്ചൊരു ലൈഫ് എന്ന രീതിക്ക്. ഓക്കെ, അതിനാണ് 9 ഓഫ് പെന്റിക്കിൾസ് പറയുക. ഒരു വിഷ് എന്ന രീതിയിൽ, നമ്മുടെ ഒരു ആഗ്രഹം, നമ്മൾ ഒന്നിച്ചൊരു ലൈഫ് എന്ന രീതിക്ക്, അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. സോ നിങ്ങൾ തമ്മിൽ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ത്രൈവിംഗ്. മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ നമ്മൾ ഒന്നിച്ച് വേണം എന്ന രീതിക്ക്. ആൻഡ് ഇത് ഇമോഷണൽ കാര്യമാണ്, ഇത് പ്രാക്ടിക്കൽ കാര്യമാണ്, ഇത് ഇമോഷണൽ കാര്യമാണ്. രണ്ടും ഒരു ആഗ്രഹം, അതായത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ നമ്മൾ ഒന്നിച്ച് ഒരു ഫാമിലി പോലെ. ആൻഡ് ഇവിടെ ഫാമിലി, ഓക്കെ, അവരുടെ ഫാമിലി അങ്ങനത്തെയൊക്കെ ഇടയിലുണ്ട്, തടസ്സമുണ്ട്, യെസ് തടസ്സങ്ങളുണ്ട്. ബട്ട് അവർ നിങ്ങളെയും ഒരു ഫാമിലി ആയിട്ട് അവരാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷെ ഒരു അകൽച്ചയുണ്ട്. യെസ്, ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. 9 ഓഫ് വാൻഡ്സ് ആണ്. ഒരു ലേശം അവർ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട്, അകൽച്ച വെക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സിറ്റുവേഷൻസിന്റെ പ്രോബ്ലം കാരണമായിരിക്കാം. മുന്നോട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡിൽ നിന്ന് നമ്മൾ പറഞ്ഞു അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു. മീറ്റിംഗ് പ്ലാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലാൻ ചെയ്യും മുന്നോട്ട് എന്നെടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കോൺഫ്ലിക്ട്സ് കാണുന്നത്, മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ടാവാം. 4 ഓഫ് കപ്സും ഉണ്ട്. ഓക്കെ, അവർ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ആ പേരിൽ അവരോട് ഐ തിങ്ക് ഒരു തർക്കം വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നിട്ടുണ്ട്. അവരിപ്പോൾ അകൽച്ച വെക്കുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അവർ ചീറ്റ് ചെയ്തതിൻ്റെ അല്ല, മേ ബി അവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ കുറച്ച് കാർഡ്സ് ഇവിടെ. ഓക്കെ, അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കാര്യം യെസ് യെസ് യെസ്. നിങ്ങളെ അവരൊരു ഓക്കെ, ഇങ്ങനെയും പറയാം, നിങ്ങളെ അവരൊരു എംപ്രസ് എംപ്രറായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ വൈഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മാരേജ് ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഫാമിലി പോലെ നല്ലതായിരിക്കും എന്ന് കരുതുന്ന ടൈപ്പ്. ഓക്കെ, സോ അങ്ങനെ അവർ കരുതുന്നുണ്ട്. എനിക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണമെന്നവർ ആ റെസ്പെക്ട് അവർക്ക് തീർച്ചയായിട്ടും കമ്മിറ്റ്മെൻറ്റോടെയാണ് അവർ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് ശരിക്കും. ഓക്കെ, വേറെ പിന്നിൽ എന്ത് നടന്നാലും ശരി, വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി മാരേജ് അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് കാരണം നിങ്ങൾ തമ്മിലൊരു ലേശം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, അവരെന്താ ആഗ്രഹിക്കുന്നതെന്ന് കൂടി ഞാനൊന്ന് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നത് ഈ സിറ്റുവേഷനിൽ മുന്നോട്ട് അവരെന്താ ആഗ്രഹിക്കുന്ന? ഓക്കെ, ലേശം സാഡ്. ഇപ്പം ഐ തിങ്ക് ഒരു സിറ്റുവേഷൻ ലേശം നിങ്ങൾ തമ്മിൽ
യെസ്, ഓക്കെ ഓക്കെ. കുറച്ചൊന്ന് നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ശരിക്കും കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ റീസ് കാരണം കൊണ്ട് ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടാവും. അവർ പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്കിതിൽ എഫേർട്ട് ഇടണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇമോഷണൽ ആവുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇമോഷണൽ ആവുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. മിസ്സിങ് എനർജിയാണ്, മൂണാണ്. ഓക്കെ, അവർ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട്, ഒരു വിഷമം അവർക്കുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. 7 ഓഫ് പെന്റിക്കിൾസ് അഗൈൻ, അവർ ഈ റിലേഷൻഷിപ്പ് അവർക്ക് ശരിക്കും എഫേർട്ട് ഇടണം എന്ന ആഗ്രഹമുണ്ട്. ബട്ട് അവർക്കൊരു മേ ബി ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ചിലർക്ക് നടക്കുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെയും പറയാം. ആൻഡ് ഇവിടെ 9 ഓഫ് സോർഡ്സ്, ഒരു സ്ട്രെസ് അവർക്ക് കാണുന്നുണ്ട്. നിങ്ങളെ ഓർത്താണ് സ്ട്രെസ്. ഓക്കെ, വേറെ ഒന്നുമല്ല. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇമോഷണൽ ആവുകയാണ് അവർ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന രീതിയിൽ കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കളയാം. എന്താ ഫ്യൂച്ചറിലേക്ക് ഒരു മാറ്റം എന്താ കാണുമ്പോൾ നിങ്ങളെ പേഴ്സൺ നിങ്ങളെടുത്ത് നിങ്ങളുമായിട്ട് ഇപ്പം നിങ്ങൾ തമ്മിലൊരു ചെറിയ അകൽച്ചയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ മാറി നിങ്ങൾ തമ്മിൽ ശരിയാവോ എന്നുള്ളതൊന്ന് നോക്കാം. നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഡൗട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയണേ, ഞാൻ ആദ്യം തുടങ്ങിയ ടോപ്പിക്ക്. ഓക്കെ, അഗെയിൻ 5 ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾ. ഓക്കെ, ഗുഡ്. 3 ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴി നോക്കുന്നുണ്ട്. ഓക്കെ, അവരെ എങ്ങനെയാണ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് എനർജി. വാവ്, കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ചിന്തിക്കുന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട്, അവർ സ്റ്റക്കായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട് അവരുടെ മനസ്സിൽ. ദറ്റ് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു വിഷമമായിരിക്കാം. അതുമാത്രമല്ല, നിങ്ങളെ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ ഒരു 7 ഓഫ് കപ്സ് കൂടി ഉണ്ടായിരുന്നു. സോ മേ ബി അവരുടെ ലൈഫിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലേ. സോ നമുക്കറിയാം അത്. ഓക്കെ, അവർ അങ്ങനെ ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി മീൻസ് കൺഫേം ആണ്, നമുക്ക് ഇവിടെ ഡൗട്ടൊന്നുമില്ല. അത് കാരണം അവർ സ്റ്റക്കായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ബന്ധത്തിൽ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ, എന്താവും മുന്നോട്ട് എന്നൊക്കെയുള്ള ഒരു ചിന്തകളുണ്ട് ഇവിടെ. ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ്. ഞാനതാ പറഞ്ഞത്, അവർ നിങ്ങളോട് കമ്മിറ്റഡും ആണ്, ഫീലിങ്സും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇപ്പം ലേശം അകൽച്ച കാണുന്നുണ്ട്, വിട്ടുമാറി നിൽക്കുന്നുണ്ടാവാം. ബട്ട് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓഫറുമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മളൊരു സോറി പറഞ്ഞ് വരല്, അല്ലെങ്കിൽ ഒരു ഇത് ഓക്കെ, വെരി നൈസ്. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് കൂടി പോയി കാണാം. ഓക്കെ, സിറ്റുവേഷൻ ആക്ഷൻ ഔട്ട്കം ഞാൻ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്നും കൂടി കാണാം കേട്ടോ. ഓക്കെ, വളരെ റെസനേറ്റ് ആവും. ഇതിൻ്റെ തന്നെ ക്ലാരിഫിക്കേഷൻ, ഐ തിങ്ക് ഇതിൻ്റെ ഷോർട്ട് ആയിരുന്നു തോന്നുന്നു ഞാൻ അവിടെ ഇട്ടത്. ഓക്കെ, അതേപോലെ ഉണ്ട് സെയിം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ അവർ ഒരു റീകൺസിലിയേഷൻ അവർ വരും. ഓക്കെ, ഒരു ഓഫറുമായിട്ട് വരുന്നതായിട്ട് ഒരു സോറി പറഞ്ഞ് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നാലെ വരുന്ന പോലെ കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാലം അവർ നിങ്ങളുടെ അടുത്ത് ഓടി മാറി പോയിട്ടുണ്ടെങ്കിൽ, അകൽച്ച വെച്ച് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിട്ടൊക്കെ മാറി പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ നിങ്ങളുടെ പിന്നാലെ വരുന്നതായിട്ടാണ്. വേറെ എന്തോ ഓപ്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ മേലെ അവർക്ക് നിങ്ങളെ വേണം എന്ന രീതിക്കാണ്. സോ 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. സോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ പ്ലാനിങ് ആണ്, എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇപ്പോൾ സിറ്റുവേഷൻ യെസ്, അവർ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നതുകൊണ്ടായിരിക്കാം ലേശം മാറി നിൽക്കുന്നത്. ഓക്കെ, ബെറ്റർ ആവും. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനം അവർ തരുന്നുണ്ട് എന്തായാലും ആ ഒരു കാര്യം. ഓക്കെ, ഗുഡ്. നമുക്ക് മെസ്സേജസ്, ഇത് ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച്. ഞാൻ പറയുന്നേ ഇല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇതിനെ എക്സ്പ്ലെയിനേ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഫ്രീ യുവർ സെൽഫ്, ഡിഫറെൻറ്റ് പാർട്സ്. ഓക്കെ, ചിലവർക്ക് ട്രൂ ലവ്, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്. സോറി, ഇത് 2 സിറ്റുവേഷൻ ആണ് എനിക്കാണ്. ഫോർ ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്. ഇതൊരു സെക്ഷനായിട്ട് പറയാം. ഓക്കെ, ഞാൻ ഒന്ന് നോക്കിയതാണ്, നല്ലതല്ലേ വരുന്നതാണ്. യെസ്, ഓക്കെ, 2 സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, 2 സിനാരിയോ പറയാം. മറ്റേതിലും നമ്മൾ ആക്ച്വലി 5 ഓഫ് പെന്റിക്കിൾസ് അതൊക്കെ കണ്ടത് ശരിക്കും ഒരു പിരിയൽ എന്ന രീതിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലും കൂടി സെയിം ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. നിങ്ങൾ ഐ തിങ്ക് ഇവിടെ 2 സിനാരിയോ വരാനുള്ള സാധ്യതയാണ് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പം നിങ്ങൾക്ക് ഏതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ, സോറി എനിക്കിപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആവും, നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, നിങ്ങളോട് ഇതിൽ നിന്ന് വിട്ടുമാറി പോകാനാണ് പറയുന്നത്. ഓക്കെ, ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വഴി പിരിയേണ്ട സമയമായി എന്നാണ് കാണുന്നത്. ചിലവർക്ക്, എല്ലാവർക്കും അല്ല. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് യൂണിവേഴ്സിനോട് സംസാരിക്കുക, മെഡിറ്റേഷനിലിരിക്കുക, യൂണിവേഴ്സ് ഗൈഡ് ചെയ്യും നിങ്ങളെ. ഓക്കെ, ആൻഡ് ചിലവർക്ക് നല്ല പോസിറ്റീവായിട്ടാണ്. ട്രൂ ലവ്, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്, ഫൊർഗിവ് ആൻഡ് റിലീസ്, ലീവ് യുവർ ഫിയേഴ്സ്, അൺകണ്ടീഷണൽ ലവ്, ഡീപ്പനിങ്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ അൺകണ്ടീഷണൽ ലവ് ഉണ്ട് ആൻഡ് സോൾമേറ്റും ഉണ്ട് ഇവിടെ. സോ എൻഗേജ്മെന്റ് വരെ ഉണ്ട്. യെസ്, വെരി ഗുഡ്.
ഓക്കെ, സോ നിങ്ങളോട് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് ചിലപ്പോൾ ഒരു കൂട്ടർക്ക് ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഒരു 50-50 എന്ന് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ആദ്യത്തേലും ഓക്കെ പോസിബിളി യെസ് അല്ലേ വന്ന് നമുക്ക് നമ്മുടെ ഓക്കെ പോസിബിളി യെസ് എന്ന് വന്നിരുന്നു. സോ ഇവിടെ ഐ തിങ്ക് 2 കാറ്റഗറിയാണ്. ചിലവർക്ക് മേ ബി നിങ്ങളൊന്ന് വിട്ട് മാറി പോകുമ്പോൾ ചിലപ്പോൾ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുമായിരിക്കും. ഓക്കെ, നിങ്ങളൊന്ന് വിട്ട് മാറി നിൽക്കുക. ഓക്കെ, എന്തായാലും ഓക്കെ, ചിലവർക്ക് ആക്ച്വലി എല്ലാവരും അങ്ങനെ ചെയ്യാം. ഞാൻ എനിക്കിപ്പോൾ അതാ പറയാൻ തോന്നുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ റീഡിംഗ് കാണുന്നവർ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്പറേഷൻ ആണെങ്കിൽ പ്ലീസ് ചേസ് ചെയ്യാൻ പോവാതിരിക്കുക. ഓക്കെ, പേഴ്സൻ്റെ പിന്നാലെ പോവാതിരിക്കുക. ഓക്കെ, അവിടെ അവർക്ക് സ്പേസ് കൊടുക്കുക. അവർ ചിന്തിച്ച് അവർ ഡിസിഷൻ അവരെടുക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ അവർ സ്വീകരിക്കണോ വേണ്ടേന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. ഓക്കെ, ചിലവരോട് നിങ്ങൾ ടോട്ടലി വിട്ടു പോകുമായിരിക്കും. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ ഇത് ഡീപ്പൻ ആവാനുള്ള സാധ്യതയുമാണ്. സോ പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് എൻ്റെ മൈൻഡിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആ പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു അഡ്വൈസ് ഉള്ളത്, എല്ലാവരും തൽക്കാലം ഇപ്പോൾ നിങ്ങൾ പേഴ്സണുമായിട്ട് സെപ്പറേഷൻ ആൻഡ് തേർഡ് പാർട്ടി നിങ്ങൾക്ക് ഉറപ്പൊക്കെ ആണെങ്കിൽ, ഉറപ്പന്നെയാണ് ഇവിടെ മോസ്റ്റ്ലി കൺഫർമേഷൻ ഉണ്ട്. ഇത് കാണുന്നവർ കൂടുതലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. സോ നിങ്ങൾ മാറി നിൽക്കുക നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, എന്ന് വെച്ചാൽ ഒന്നും നമ്മൾ ആരും കുറ്റപ്പെടുത്താനോ ഇതാക്കാനോ ഒന്നുമല്ല. സിറ്റുവേഷൻ എന്ത് തന്നെയായാലും നിങ്ങൾ അതിനെ ഫോർഗീവ് ചെയ്ത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, സ്വന്തം കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ആക്ച്വലി ഗൈഡൻസ് മെസ്സേജ് കൂടി ഒന്ന് പോയി കാണും. ഐ തിങ്ക് വെരി സിമിലർ. ഓക്കെ, ഞാൻ ലിങ്ക് താഴേക്ക് ഇട്ട് വെക്കാം. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മറക്കും പിന്നെ ഞാനത് ആക്ച്വലി ഇവിടുത്തെ സമയത്തിനനുസരിച്ച് എൻ്റെ രാത്രിയുമായിരിക്കും. സോ ഞാനത് മറന്നു പോകും പിന്നെ ചെയ്യാം. അതാ ഓക്കെ. എനിവേ, സോ നിങ്ങൾ അത് കൂടി പോയി കാണാം. ആൻഡ് ഇവിടെ പറയുന്ന ട്രൂ ലവ് ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇത് വളരെ ട്രൂ ലവ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഓക്കെ, പരസ്പരം നിങ്ങൾ വളരെയധികം അൺകണ്ടീഷണലി സ്നേഹിക്കുന്നുണ്ട്. ആരുടെ കൂടെ ആയാലും ശരി, നമ്മൾ പറയില്ലേ ആ രീതിക്ക് നമുക്ക് തിരിച്ചെന്ത് കിട്ടി എന്ന് പ്രതീക്ഷിക്കാതെ ആക്ച്വലി നിങ്ങൾ അങ്ങനെ പഠിക്കാം. ഓക്കെ, അങ്ങനെ സ്നേഹിക്കുക. കാരണം സ്നേഹമാണ് വലുത്. അത് ആര് കൂടെ ഉണ്ടോ, നമ്മൾ ഒന്നിച്ചുണ്ടോ അന്ന് പാലിച്ചിട്ട് കാര്യമില്ല അല്ലേ. സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ നിൽക്കാം. ഞാൻ ഇവിടെ അൺകണ്ടീഷണലി സ്നേഹം ഉണ്ട്, നിങ്ങൾ പരസ്പരം ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് നോ വൺ ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം യു എന്നാണ് പറയുന്നത്. ലാസ്റ്റിംഗ് ലവ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എൻ്റെ ആവില്ല. ഓക്കെ, വളരെ സ്ട്രോങ് കണക്ഷൻ ആണ് ഇത്. പക്ഷെ ചിലവർക്ക് നിങ്ങൾ മാറിപ്പോവാൻ പറയുന്നത് പേഴ്സണൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അത് നിങ്ങളോട് പറയുന്നത് ബിക്കോസ് സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മേ ബി നിങ്ങൾക്ക് വേറെ മാരേജ് കഴിക്കാം. ഓക്കെ, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ മാരേജ് കഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, സോ വെയിറ്റ് ചെയ്തിരിക്കേണ്ട എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് വരുന്ന ആൾക്കാരോട് നിങ്ങളോട് പറയുന്നത് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുക ആൻഡ് ലീവ് യുവർ ഫിയേഴ്സ് ബിഹൈൻഡ്. നിങ്ങൾ പേടികൾ വേണ്ട. ദാറ്റ് പേഴ്സൺ വേറെ തേർഡ് പാർട്ടിയുടെ കൂടെയാണ്, അങ്ങനെ ഇങ്ങനെ എന്നെ വിട്ട് പോവോ, അത് ഒരുപാട് ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ് ആവാതിരിക്കാം. ഓക്കെ, പേടികൾ നിങ്ങളുടെ ഉള്ളിൽ വരുവാണ്, അതിനൊക്കെ റിലീസ് ചെയ്ത് കളയാം. ആൻഡ് യെസ്, എൻഗേജ്മെന്റ്, ചിലവർക്ക് എൻഗേജ്മെന്റ് വരെ പോസിബിൾ ആണ്, ചിലവർക്ക് സോൾമേറ്റ് ആണെന്ന് കാണുന്നു. എല്ലാവർക്കും ആക്ച്വലി സോൾമേറ്റ് തന്നെയാണ് ഇവിടെ. ആൻഡ് നിങ്ങളുടെ കണക്ഷൻ ഡീപ്പൻ ചെയ്യും എന്നും പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളെ ഡീൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പോസിബിൾ ആണ് മാരേജ്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ലാത്തവർ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ വേറെ മാരേജോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. സോ എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.